സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിഷയങ്ങൾ നമ്മൾ സുഭാഷിതം ചാനലെന്ന് എൻ്റെ മറ്റൊരു ചാനലിൽ ഞങ്ങളുടെ ചാനലിലും ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ മലയാളി ന്യൂസിലും ചെയ്യുന്നുണ്ട്. സർവീസ് ഷോട്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചെയ്തു തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രതികരണം ഉണ്ടാകുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജുകൾ, അത് വാട്സപ്പ് വഴിയായാലും നേരിട്ടായാലും ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ, ആരും അഡ്രസ്സ് ചെയ്യാത്ത ഒരു ചാനലുകളോ പത്രങ്ങളോ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളോ അഡ്രസ്സ് ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ NPSൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ സുഭാഷിതത്തിൽ, അത് നിങ്ങൾ കാണണം. ഇനി നിങ്ങൾക്ക് 2 ടൈപ്പിലുള്ള വീഡിയോസും കിട്ടുന്നതിന്, സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാരും കിട്ടുന്നതിന് സർവീസ് ഹബ്ബ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളതിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മൊബൈൽ നമ്പർ ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നത്തെ ഇതിനകത്തെ വിഷയത്തിലേക്ക് വരാം. മെഡിസിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വന്നു. അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വളരെ ഗൗരവതരമായി മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് സംബന്ധമായി 85 വയസ്സുള്ള മിലിറ്ററിയിൽ ജോലി ചെയ്ത് വളരെ ഒരു നല്ല പൊസിഷനിൽ ജോലി ചെയ്തിരുന്ന 85 വയസ്സുള്ള ഒരു ആളിൻ്റെ, ഒരു സീനിയർ സിറ്റിസൻ്റെ ഒരു വോയിസ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്, ഇതിന് ശേഷം ഇടുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യവും ഞാൻ എൻ്റെ ഊഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവനയിൽ നിന്ന് പറയുന്നു എന്നൊന്ന് അങ്ങനെ വരാൻ പാടില്ല. ചിലരെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവൻ ആരടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനി അങ്ങനെ മാത്രം വേണ്ട, ആളുകളും കൂടെ പറയട്ടെ, അനുഭവസ്ഥർ പറയട്ടെ, അതാണല്ലോ കൂടുതൽ സത്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വോയിസ് കേൾക്കണം. 85 വയസ്സുള്ള മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള, മിലിറ്ററിയുടെ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനങ്ങൾ കിട്ടുന്ന, അദ്ദേഹത്തിനും ഫാമിലിക്കും കുടുംബത്തിനുമെല്ലാം കിട്ടുന്ന ഒരു വ്യക്തി, മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരു വ്യക്തിയുടെ വോയിസാണ് ഞാൻ ഇടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല, കാരണം അത് ശരിയല്ല. അദ്ദേഹം തന്നെ എനിക്ക് അയച്ചു തന്നതാണ്. ആ വോയിസിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മെഡിസിപ്പിൽ പൈസ മേടിക്കുന്നു. യഥാർത്ഥത്തിൽ മെഡിസിപ്പിൽ പൈസ മേടിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളിക്കാരന് ഫാമിലിക്കും അവിടെ പട്ടാളത്തിൽ നിന്നുള്ള, മിലിറ്ററിയിൽ നിന്നുള്ള സൗകര്യങ്ങൾ കിട്ടുന്നു. അത് മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റു ഹോസ്പിറ്റലിൽ പോയാൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ പൈസ കിട്ടുന്നു, ക്ലെയിം കിട്ടുന്നു. എന്തിനാണ് അങ്ങനെയുള്ളവരെയും കൂടി മെഡിസിപ്പിൽ കയറ്റിയിരിക്കുന്നത്? ഇതിൻ്റെ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത്, മെഡിസിപ്പ് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പരിപാടിയല്ല, അതൊരു വെൽഫെയർ സ്കീമാണ്. സ്റ്റേറ്റിൻ്റെ വെൽഫെയർ സ്കീമിൽ നിന്ന് മാറി നിൽക്കാൻ ഓപ്ഷനില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രഷറിയിൽ ഈ പെൻഷൻ, കാരണം ഇനി വേറൊരു കാര്യമുണ്ട്. ഇനി അപ്പോൾ ഒരു സംശയം വരും, ഇദ്ദേഹം മിലിറ്ററിയിൽ നിന്നുള്ള ആളിന് എങ്ങനെ ഇവിടെ മെഡിസിപ്പ് കിട്ടി? അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അദ്ദേഹം മിലിറ്ററി പീരീഡ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കി. അതും കൂടെ ഉണ്ട് കേട്ടോ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കി. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കി കഴിയുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ സ്റ്റാഫുമായി. അപ്പോൾ 2 സ്റ്റാഫാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്റ്റാഫുമാണ്. അതിനുശേഷം കാരണം 30-35 വയസ്സൊക്കെ ആകുമ്പോൾ മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടയർ ആയി വരുന്ന, അല്ലെങ്കിൽ വിട്ട് വരുന്ന ഒരുപാട്, അല്ലെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് വെച്ചിട്ട് കിട്ടുന്ന പെൻഷനിൽ മെഡിസിപ്പ് കമ്പൾസറി ആക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്ഷനില്ല. ദയവായി ധനമന്ത്രി ഇത് കേൾക്കുകയാണെങ്കിൽ ധനമന്ത്രിക്ക് ഇത് അയച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ധനമന്ത്രിയുടെ ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ നേതാക്കളുടെ അയച്ചു കൊടുക്കുക. മെഡിസിപ്പിൽ ഓപ്ഷൻ കൊടുക്കുക. താല്പര്യമുള്ളവർ ചേരട്ടെ. മറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മെഡിക്കൽ ക്ലെയിമും കിട്ടുന്നവരെ ഇതിനകത്ത് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യുക. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സീനിയർ സിറ്റിസണായിട്ടുള്ള ആ സാറിൻ്റെ വോയിസ് നിങ്ങൾ എല്ലാവരും കേൾക്കുക. ഞാൻ 83 വയസ്സുള്ള ഒരു എക്സ് സർവീസ്മാൻ ആണ്. 15 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നു. എയർഫോഴ്സിലെ സേവനത്തിന് ശേഷം കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമനം നേടി 17 വർഷത്തെ സേവനത്തിന് ശേഷം സൂപ്പർ ആനുവേഷനിൽ 1998 റിട്ടയർ ചെയ്തു. കേരള ഗവൺമെൻറ് സർവീസിലുള്ളവരും റിട്ടയർ ചെയ്തവരും കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ പദ്ധതിയായ മെഡിസിപ്പിൽ അംഗത്വം എടുക്കണമെന്ന നിബന്ധനയുള്ളതിനാൽ കഴിഞ്ഞ 3 വർഷമായി എൻ്റെ പെൻഷനിൽ നിന്ന് 500 രൂപ വീതം മാസം കുറച്ചാണ് എനിക്ക് ലഭിക്കുന്നത്. ഞാൻ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രതിരോധ സേനയുടെയും വിപുലമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിൽ അംഗമായതിനാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ആവശ്യമായ ചികിത്സ നിലവിൽ ലഭിക്കുന്നുണ്ട്. ECHS പാനലിലുള്ള ആശുപത്രികളിലൂടെ ലഭിക്കുന്ന സേവനങ്ങളിൽ ഞാൻ പൂർണ്ണ തൃപ്തനായതിനാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു.